പൊന്നാര സ്വാമി അതൊക്കെ സ്വാമിയുടെ വ്യാമോഹമാണ്. ABCD എഴുതിയിട്ട് ഈ മുട്ടയിലൊരു കാച്ചങ്ങോട്ട് കാച്ചിയുണ്ടല്ലോ സ്വാമി. സ്വാമി എന്നല്ല, സ്വാമിയുടെ സ്വാമി ഇല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അങ്ങനത്തെ ഉഗ്ര സാധനമുണ്ട്. നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ അൻസാരി സുഹരി ഉസ്താദും അതിനുശേഷം നമ്മുടെ ഒരു സ്വാമിയും രണ്ടാളും തമ്മിൽ തല്ലുകയാണ്. എന്തെന്നല്ലേ, ഒരു കൂടോത്രത്തിൻ്റെ വിഷയമാണ്. അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ അതായത് സിഹിർ വിശ്വസിക്കുന്നവരാണ്, കൂടോത്രം വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണ്ട, ഞാൻ ശരിക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയുകയാണ്. സിഹിർ അതുപോലെ ഈ മുട്ടയിൽ എഴുതുന്ന പരിപാടി ഒരു മണ്ണാങ്കട്ടയിൽ 1% പോലും വിശ്വാസമില്ല. ഉസ്താദും സ്വാമിയും പറയുന്നത് ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എൻ്റെ പൊന്നു ചങ്ങായിമാരെ, അതായത് നിങ്ങളുടെ പൈസ ഇല്ലാതാവും. നിങ്ങളിപ്പോൾ ഉസ്താദന്മാരെ കാണാൻ പോകുന്നു, സ്വാമിമാരെ കാണാൻ പോകുന്നു, പള്ളി അച്ഛന്മാരെ കാണാൻ പോകുന്നു. എന്തിനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്? നിങ്ങൾക്കൊരു ഒടുക്കത്തെ പ്രശ്നം, ഭർത്താവിന് പണിയില്ല, വീട്ടിൽ അങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണ്. ഇവറ്റകൾ എന്ത് ചെയ്യുന്നു? ഈ ഉസ്താദന്മാരും സ്വാമിമാരും പള്ളിയിലച്ചന്മാരും പറയുകയാണ്, വീടിൻ്റെ ഒരു മൂലക്ക് പ്രശ്നം അല്ലെങ്കിൽ ഒരു മറ്റത് പ്രശ്നം, മണ്ണാങ്കട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറയുകയാണ്. ഉസ്താദന്മാരാണെങ്കിൽ ഇസ്മും അല്ലെങ്കിൽ മറ്റേ പൊടിയും അങ്ങനത്തെ എന്തെങ്കിലും, സ്വാമിമാർ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പറയുകയാണ് നാളെ വരണം. ഓരോ പോക്കിനും 500ഉം 1000മാണ് നിങ്ങളുടെ പോകുന്നത്. ഒരു കാര്യം പറയുകയാണ്, എല്ലാവരും കള്ളന്മാരാണ്. ഓക്കെ, എല്ലാവരും കള്ളന്മാരാണ്. അവരവർ ജീവിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ മറ്റേ പ്രശ്നമുണ്ട്, മണ്ണാങ്കട്ടയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ. അതായത് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് നല്ല അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉസ്താദിനെയും ഒരു സ്വാമിനെയും ഒരു പള്ളിയച്ഛനെയും കാണേണ്ട ആവശ്യമില്ല. അതായത് എല്ലാം കള്ളന്മാരാണ്, 1% പോലും ഒറിജിനൽ ഇല്ല, എല്ലാവരും മൊത്തത്തിൽ കള്ളന്മാരാണ്. ഓക്കെ, അതായത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നാളെ വാ, മറ്റന്ന് വാ, ഒരാഴ്ച, ഒരു മാസം 25 തവണ പോകണം, എന്നിട്ട് നിങ്ങളെ ഭർത്താവിന് പണി കിട്ടുന്നുണ്ടോ? ഇല്ല, നിങ്ങളെ പൈസ പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു കൂടോത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്താണ് ഉസ്താദും സ്വാമിയും തമ്മിലുള്ള രസകരമുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമസ്തേ, ജയകുമാർ ശർമ്മയാണ്, ശാക്തേയ മാന്ത്രിക പീഠം, ശാക്തേയക്കാവ്, പാലക്കാട്. ഈ ചില ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാല് ഇസ്ലാമിക മാന്ത്രികങ്ങളെല്ലാം പൊട്ടിക്കാൻ ഭയങ്കര പാടാണെന്നാണ്. അല്ല എൻ്റെ പൊന്നു സ്വാമി, ഒരു കാര്യം പറയുകയാണ്, അങ്ങനത്തെ സംഗതി ഇല്ലെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. സിഹിർ അതൊക്കെ ഉള്ളതാണെങ്കിൽ ഈ നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ, VD സതീശനൊക്കെ മിണ്ടാണ്ട് നിൽക്കോ? അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പിണറായിനെ തീർക്കാൻ VD സതീശൻ പോകില്ലേ? മോദിയെ തീർക്കാൻ രാഹുൽ ഗാന്ധി പോകില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ തീർക്കാൻ മോദി പോകില്ലേ? അതൊക്കെ ഇല്ലാത്തതാണ്. പാവപ്പെട്ട ജനങ്ങൾ, കൂലിപ്പണിയെടുക്കുന്ന ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സിഹിർ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ വായിൽ എന്തൊക്കെയോ വരും. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഭയത്തോടു കൂടിയാണ് അവരൊക്കെ പറയുന്നത് ഇസ്ലാമിക മാന്ത്രികമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മാന്ത്രിക കർമ്മങ്ങളിൽ ഏറ്റവും എളുപ്പം പൊട്ടിക്കാൻ സാധിക്കുന്ന സാധനം ഇസ്ലാമിക മാന്ത്രികമാണ്. സ്വാമി പറയുന്നത് മാന്ത്രികം എളുപ്പത്തിൽ പൊട്ടിക്കാൻ പറ്റുന്ന ഇസ്ലാമിൻ്റെ മാന്ത്രികമാണെന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തിലാണ് വിശ്വസിക്കുന്നത്? ഇസ്ലാമിൻ്റെ മാന്ത്രികത്തിനും പവറുണ്ട്, ഹിന്ദു മാന്ത്രികത്തിനും പവറുണ്ട്, ക്രിസ്ത്യൻ മാന്ത്രികത്തിനും പവറുണ്ട്. അപ്പോൾ ഇവിടെ 3 ദൈവമുണ്ടോ? എന്തൊന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നിരീശ്വരവാദികളാണെന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ദൈവം ഒന്നെങ്കിൽ ഒന്നല്ലേ? ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ നിൽക്കൂ, ഞാൻ പറയേണ്ടത് പറയും. ഓക്കെ, അതിലൊന്ന് ഈ വീഡിയോയിലൊന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, വിഷയം എനിക്ക് ചർച്ച ചെയ്യണം. അപ്പം ഞാനൊരു കാര്യം പറയുകയാണ്, ഇവിടെ ഈ ലോകത്ത് 3 ദൈവമുണ്ടോ? എല്ലാവരും പറയുന്നത് ഒരു ദൈവമെന്നാണ്. അപ്പോൾ ഒരു ദൈവമുണ്ടെങ്കിൽ കൂടോത്രം ഇപ്പോൾ മറ്റേ ഹിന്ദുക്കളാക്കുന്ന കൂടോത്രം വിജയിക്കണം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാക്കുന്ന കൂടോത്രം വിജയിക്കണം, ക്രിസ്ത്യാനികളാക്കുന്ന കൂടോത്രം വിജയിക്കണം. ഇവിടെ 3ഉം വിജയിക്കുന്നുണ്ട്. അതായത് മുസ്ലിമീങ്ങൾ നടത്തുന്നതും വിജയിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ നടക്കുന്നതും വിജയിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ നടക്കുന്നതും വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മണ്ണാങ്കട്ടയും ഇല്ലെന്നാണ്. എങ്ങനെയെന്നല്ലേ? അതായത് സ്വയം ഇപ്പോൾ ഒരു പൂജ ചെയ്തെങ്കിലോ, അല്ലെങ്കിൽ ഉസ്താദ് ഒരു വലിയൊരു മജ്ലിസ് നടത്തുകയാണ്, പള്ളിയിൽ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണ്, അപ്പം നമ്മൾ സ്വയം വിചാരിക്കുകയാണ് പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഭൂതത്തിലും ഇങ്ങനത്തെ ഒരു മണ്ണാങ്കട്ടയിലും എനിക്ക് ഒരു ഇത്തിരി പോലും വിശ്വാസമില്ല. ഓക്കെ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ജനിച്ച മതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് അത് പറഞ്ഞാൽ കൂടി പോകും, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. നമ്മൾ ജ്യോതിഷം നോക്കുന്ന സമയത്ത് ഇസ്ലാമിക മാന്ത്രികമാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും സ്പഷ്ടമായിട്ട് തെളിഞ്ഞു വരുന്നത് അത് തന്നെയാണ്. അവര് വളരെ ദുർബലമായിട്ടുള്ള പല ജിന്നുകളുമായിരിക്കും അവരുടെ മന്ത്രമൂർത്തികളും ബാധാമൂർത്തികളും. ഈ ജിന്നുകളെ തിളയ്ക്കാൻ മാത്രമല്ല, ജിന്നുകളെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ആരാണോ വിട്ടിരിക്കുന്നത് അതിലേക്ക് തന്നെ തിരിച്ചു വിടാനായിട്ട് വളരെ എളുപ്പം സാധിക്കുകയും ചെയ്യും. ഇതൊക്കെ ഉള്ളതായിരിക്കുമോ? അതായത് സ്വാമി പറയുന്നു ജിന്നൊക്കെ ഉണ്ട്, ജിന്നിന് ഈസിയാണ്, തടിക്കൊരു ജിന്ന് കയറിയാൽ. എനിക്ക് പേഴ്സണലി അറിയില്ല, ഇതൊക്കെ ഉള്ളതായിരിക്കുമോ ജിന്ന് അല്ലെങ്കിൽ മറ്റത് മറിച്ചതൊക്കെ? അപ്പോൾ ഞാൻ പേഴ്സണലി ഇപ്പോൾ കുറേ സത്യസന്ധം നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, നമ്മളെല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാനിങ്ങനെയാണ് പേഴ്സണലി. ഓക്കെ,
ഞാൻ ഇങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ പേഴ്സണലി ഞാൻ ജനിച്ച മതം ഫോളോ ചെയ്യുന്നത് എനിക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു മണ്ണാങ്കട്ടയിലും എനിക്ക് വിശ്വാസമില്ല. അത് ഉസ്താദന്മാരായാലും തങ്ങന്മാരായാലും പള്ളിയിലച്ഛനായാലും സ്വാമി ആയാലും പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. ഇത് വെറുതെ കാശുണ്ടാക്കാൻ വേണ്ടി ഈ ഒറ്റകൾ കളിക്കുന്നതാണ്. ഇത്ര താടി വെച്ച ഉസ്താദന്മാരായാലും എത്ര വലിയ സ്വാമി ആയാലും പറയുകയാണ് അതില്ല. നിങ്ങളുടെ ലൈഫ് വിജയിക്കണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം, അന്തസ്സായി പണിയെടുത്താലേ നിങ്ങളുടെ ലൈഫ് വിജയിക്കും. ഓക്കെ, ഉസ്താദും കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്കെല്ലാം കേട്ട് നോക്കാം. പൊന്നാര സ്വാമി അതൊക്കെ സ്വാമിയുടെ വ്യാമോഹമാണ്. ABCD എഴുതിയിട്ട് ഈ മുട്ടയിലൊരു കാച്ചങ്ങോട്ട് കാച്ചിയുണ്ടല്ലോ സ്വാമി. സ്വാമി എന്നല്ല, സ്വാമിയുടെ സ്വാമി ഇല്ല. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്, അങ്ങനത്തെ ഉഗ്ര സാധനമുണ്ട്. എന്താണ് ഉസ്താദെ കോമഡി ആക്കിയെന്ന് തോന്നുന്നുണ്ട്. അൻസാരി ദുഹരി ബാക്കിയും കൂടി പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം. പവറേഷൻ എന്ന് പറഞ്ഞൊരു ജിന്നുണ്ട്, അതുകൊണ്ട് വിട്ടാൽ പിന്നെ സ്വാമിയുടെ പണി തീർന്നു. പൊന്നാര സ്വാമി എല്ലാം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, എന്തായാലും ജീവിക്കാൻ വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. എന്താണല്ലേ, അതായത് ഇവിടെ ഞാൻ കാണുന്നത് സ്വാമി പറയുകയാണ് മറ്റേ മുസ്ലിംസിൻ്റെ പവറില്ല, ഇതിൽ പവറുണ്ട്. അതായത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ്, എനിക്ക് പേഴ്സണലി മതമില്ല. അതായത് ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ 3 കൂട്ടരെയും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ വിശ്വസിക്കരുത്. ഓക്കെ, അതായത് ഹിന്ദുക്കളും മുസൽമാനും ക്രിസ്ത്യാനികളും ഇവർ ചെയ്യുന്ന ബാക്കിയെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ വണ്ണത്തിനെയും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ കുറേ ഉസ്താദിനെ കണ്ടിട്ടുണ്ടാവും, സ്വാമിനെ കണ്ടിട്ടുണ്ടാവും, പള്ളിയിൽ അച്ഛനെ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളത് സോൾവ് ആയിനോ? ഒരു പ്രശ്നം ഇല്ല. നിങ്ങളുടെ പൈസ അലാക്കായതല്ല, നിങ്ങളുടെ പൈസ പോയിനോ? ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇത്രയും ചർച്ച ചെയ്തതുകൊണ്ട്. ഈ മുസ്ലിം മതസ്ഥർ വിശ്വസിക്കുന്ന മദനീയം എന്ന് പറയുന്ന വലിയൊരു മജ്‌ലിസ് ഉണ്ട്, നല്ലത് തന്നെയാണ്, വിശ്വസിക്കൂ. കുറേ പേര് അതിലേക്ക് 5,000 10,000 ഒക്കെ അയച്ചു കൊടുക്കുകയാണ്. ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ, അതായത് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് സാധാരണ റോഡ് സൈഡിൽ, നിങ്ങളുടെ വീട് ഇപ്പോൾ കാസർഗോഡിലാണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളൊന്ന് ടൗണിലേക്ക് ഇറങ്ങണം. അപ്പോൾ റോഡ് സൈഡിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്ക് ആ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് പടച്ചോൻ, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല തരും. കൃഷ്ണനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ കൃഷ്ണൻ നല്ല തരും. പള്ളിയിൽ, അതായത് യേശുവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് യേശു നിങ്ങൾക്ക് നല്ല തരും. അപ്പം ഞാൻ പറയുകയാണ്, ഓൺലൈനിലേക്ക് 1 രൂപ പോലും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട, പാവങ്ങൾക്ക് കൊടുക്കുകയും. അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ, ഇതൊക്കെ എന്ത് ചെയ്യാനാണ് ഈ ഉസ്താദന്മാരൊക്കെ? ഞാൻ പറഞ്ഞാൽ കൂടി പോകും. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. എൻ്റെ പൊന്നാര സ്വാമി സ്നേഹത്തെ ഒരു കാര്യം പറയാനുണ്ട്. യഥാർത്ഥ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂർഖനാടിനെയും മൂർഖ പാമ്പിനെ അറിയാം. അതിനപ്പുറത്തേക്ക് ഈ മൂർത്തികളെന്ന് അറിയാൻ വയ്യ. ജിന്നുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്, ജിന്നുണ്ട് എന്നുള്ളത്. പക്ഷേ സ്വാമി അത് ഞങ്ങളുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇസ്ലാമിലെ ഏറ്റവും കടുത്ത തെറ്റ് എന്ന് പറയുന്നത്, ഇസ്ലാമിലെ കടുത്ത പാതകങ്ങൾ 7 അത് ഒന്നാമത്തത് ഷിർക്ക്, രണ്ടാമത്തെ സിഹർ അഥവാ ഈ മാരണം, ശൂദ്രം ചെയ്യൽ, മൂർത്തിവിടൽ. ഇത് ഇസ്ലാമിൽ വളരെ കടുത്ത തെറ്റാണ്. ഒരു യഥാർത്ഥ മുസ്ലിമും അത് ചെയ്യാറില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ഓക്കെ, ഉസ്താദ് ഇവിടെ പറയുന്നത് ഷെയർ ചെയ്യാൻ ഹറാമാണ്, അതായത് മുസ്ലിം സമൂഹം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞാനൊരു ചോദ്യം ചോദിക്കുക, ഇതൊക്കെയുള്ളതായിരിക്കുമോ ഷെയർ? എനിക്ക് പേഴ്സണലി അറിയില്ല. അല്ല, അത് ഇതുണ്ടെങ്കിൽ ഈ മോദിയൊക്കെ ഇത്ര കാലം ജീവിക്കോ? രാഹുൽ ഗാന്ധിയൊക്കെ, അല്ല മമ്മൂട്ടി, മോഹൻലാൽ, അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും. എനിക്ക് പേഴ്സണലി വിശ്വാസമില്ലേ ഇല്ല. നിങ്ങൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടോ? അതൊക്കെ പറഞ്ഞ് കേൾക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ തളർന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പേഴ്സണലി തളർന്നു കഴിഞ്ഞാൽ ഞാനൊരു സ്വാമിയുടെ അടുത്തോ ഉസ്താദന്മാരുടെ അടുത്തോ പോയി ചോദിച്ചാൽ പറയുമാ, നിനക്ക് ഒരുത്തം സീർ വെച്ചിട്ടുണ്ട്, അതിനിപ്പോൾ എന്തെല്ലാം വേണം? അതിന് പൗഡർ വേണം, 10 മുട്ട വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം, മൊത്തത്തിൽ 25,000 രൂപ ചിലവാകും, 25,000 രൂപ നമ്മൾ കൊണ്ടുപോകാമെന്ന് പറയും. ഞാൻ ഒരു മണ്ണാങ്കട്ടയും റെഡി ആവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പൊന്നു പ്രേക്ഷകരെ, ഉസ്താദ്, തങ്ങൾ, മറ്റത് മറിച്ചത്, സ്വാമി, പള്ളിയിലച്ചിരുന്ന് പോയിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടുള്ള ഇടപാട് നിങ്ങൾ നടത്തണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ഫ്രീക്കായിട്ട് ആരെങ്കിലും നിങ്ങളെ നോക്കിയിട്ടെല്ലാം ശരിയാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പറഞ്ഞാൽ കൂടിപ്പോയി. ഇപ്പോൾ കുറേ താത്തമാർ ഒരു പക്ഷേ തെറി കമൻറ്റിൻ്റെ ഒരു ഇതായിട്ടുണ്ടാവും. ഞാൻ തെറി കമൻറ്റ് ഇടല്ലേ, ഞാൻ പറയുകയാണ്. അതായത് ഉള്ളതല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പിടി പോസിറ്റീവായി ചിന്തിക്കൂ. നിങ്ങൾ മുസ്ലിം മതം വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിസ്കാരം, ഖുർആൻ അതിലൊക്കെ നിങ്ങൾ നിന്നോ. പിന്നെ ഹൈന്ദവ മതം വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്താണ് ഹൈന്ദവ മതം പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യണം. പക്ഷേ ഇത്തരത്തിലുള്ള ചെറ്റ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇത് നമ്മുടെ നാട്ടിൽ പണമുണ്ടാക്കാൻ വേണ്ടി കുറച്ച് വൃത്തികെട്ടവന്മാർ നടത്തുന്ന പണികളാണിതെല്ലാം. ഇതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പരസ്പരം ഒരു വർത്തമാനം ഉണ്ടായാൽ സംസാരിച്ച് ചേർക്കും. ഇന്ന് അങ്ങനല്ല. ഇന്ന് ഈ പണിയൊക്കെയാണ് ചെയ്യുന്നത് പലരും. കൂടുതലും സ്ത്രീകളാണ് ഇതിനു വേണ്ടി പോകുന്നത്. ഇത് പോകുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കോ അല്ല. അത് സ്വാമി ആദ്യം മനസ്സിലാക്കണം. ഈ മൂർത്തി വിടാനും ഇത്തരം ശൂദ്രം ചെയ്യാനും മതപണ്ഡിതന്മാർ ഏറ്റവും കടുത്ത തെറ്റായതുകൊണ്ട് തന്നെ അവരിൽ
99.9% ആളുകളും അതിന് നിൽക്കലില്ല. കാരണം ഇത് ഗൗരവപരമായി തെറ്റായതുകൊണ്ട് മരണപ്പെട്ടു പോയ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരാവുന്നു. യഥാർത്ഥ ഒരു മുസൽമാൻ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല. ഓക്കെ ഉസ്താദ് പറയുന്നത് മുസ്ലിമീങ്ങൾ, യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികൾ ഇങ്ങനെ ചെയ്യില്ല എന്നാണ്. ഉസ്താദിനോടൊരു കാര്യം ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നുസ്താദെ, ഒരു കാര്യം ഉസ്താദിനെ അറിയാഞ്ഞിട്ടാണ്. എത്രയോ ആൾക്കാരുണ്ട് ഉസ്താദെ. അതായത് ചെറിയൊരു ഇങ്ങനെ ഒരു ഹാള്, ഒരു റൂം വെക്കും വാടകയ്ക്ക്, ഒരു റൂം എടുക്കും, അതിൻ്റെ അകത്ത് 2 ആളുണ്ടാവും, ഒരു ഉസ്താദും. ഞാൻ എല്ലാ 3 മതത്തിനെയും കുറിച്ച് പറയാം. ഒരു മതത്തെക്കുറിച്ച് പറയുമ്പോഴല്ലേ ഇപ്പോൾ വിവാദമാവുന്നത്. 3 മതസ്ഥർ ചെയ്യുന്ന തെറ്റ് ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഒന്ന്, മുസ്ലിം മതസ്ഥർ ചെയ്യുന്നത് ആദ്യം ഞാൻ പറയാം. ഉസ്താദന്മാർ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് 2 ആളുണ്ടാവും, വലിയ ഉസ്താദ്, അതിൻ്റെ പോസ്റ്ററൊക്കെ ഉണ്ടാവും, വലിയ ഉസ്താദ്, വലിയ പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പോവും, പാവങ്ങളായ മുസ്ലിം സ്ത്രീകൾ പോവും, ഉസ്താദെ മകന് പണിയില്ല, ഭർത്താവ് പണിയെടുക്കുന്നില്ല ഉസ്താദെ. അപ്പോൾ പറയും ഇരുന്നോളിയും, ഒരു പെന്നിലും പേപ്പറിലും എഴുതും കുറച്ചും. പ്രശ്നം ഭയങ്കര ഗുരുതരം. നിങ്ങളെ മകന് ഇത് നമ്മൾ കുറേ ഓതാനൊക്കെ കൊടുക്കും. മുസ്ലിം മതത്തിൽ കുറേ ഖുർആനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 4 യാസീന്, പിന്നെ 3 മറ്റേ കുലു വല്ലാഹു, ഇങ്ങനെ ഒരു 10-15 സൂറത്തൊക്കെ ഓതിയിട്ട് മറ്റേ വെള്ളത്തിൽ ഊതി കുടിക്കാൻ പറയും. അപ്പോൾ ഈ അങ്ങനെ ഒരു പ്രാവശ്യം 500 പോകുന്നുണ്ട്. ഒരു 3 ദിവസം കഴിഞ്ഞ് റിട്ടേൺ വരാൻ പറയും. എന്തായി പിന്നെ ഇങ്ങനെ പാവം സ്ത്രീകൾ എന്തെങ്കിലും പിന്നെ അങ്ങനെ ഒരു 10-4-5 വട്ടം പോപ്പിക്കും. ഈ ഉസ്താദിൻ്റെ ലക്ഷ്യം എന്താണ്? ആൾക്കാർ പോകണം. പോയാൽ ഉസ്താദിന് ഈ റൂമിൻ്റെ വാടക കൊടുക്കാൻ പറ്റും, ഈ ഉസ്താദിന് എന്തെങ്കിലും ഇക്ലി കിട്ടും. അതിന് വേണ്ടി ഉസ്താദ് എന്ത് പണിയും എടുക്കും. വന്നോളൂ, മറ്റേതാണ് മറിച്ചതാണ്. ആ പൊന്നു പെങ്ങന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ പരിപാടിക്ക് പോവണ്ട. നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നല്ല ഡോക്ടറെ പോയി നിങ്ങൾ കാണിക്കണം. അല്ലാതെ നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ പ്രശ്നം ഉണ്ടെങ്കിൽ സ്നേഹത്തോട് പറയുക. ദേഷ്യം ഒന്നും വേണ്ട, സ്നേഹത്തോടെ ഒരു ഫോൺ വിളിച്ചാൽ നിങ്ങൾ പറയാം, അതായത് നിങ്ങൾ പണിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തെങ്കിലും ഒരു പണി നിങ്ങൾ എടുക്കൂ പ്ലീസ്. അതായത് സ്നേഹത്തോടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചിരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ചില പെണ്ണുങ്ങൾ. ഒരു കാര്യം പറയുകയാണ്, പെണ്ണ് കെട്ടിയാൽ ആണുങ്ങളോടാണ് പറഞ്ഞത്, മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പെണ്ണ് കെട്ടിയാൽ മതി. ഓക്കെ, ചിലവിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പെണ്ണ് കെട്ടിയാൽ മതി. അപ്പോൾ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുത്താൽ തീരും. അല്ലാതെ ഉസ്താദന്മാരും തങ്ങന്മാരും ഈ പറയുന്ന പള്ളിയച്ചന്മാരും സ്വാമിമാരും വിചാരിച്ചാൽ നിങ്ങളെ പ്രശ്നമൊന്നും തീരുന്നില്ല. പണിയെടുക്കുക, പണിയെടുത്താൽ പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുക. നിങ്ങളിൽ കുറേ പേർക്ക് ഈ വീഡിയോ കാണുന്ന 90% വരുന്ന പേർക്ക് കുഴപ്പമുണ്ട്, ഇത് എതിർപ്പായിരിക്കും, കുഴപ്പമില്ല, പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. ഓക്കെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.